എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സൺഡേ രാവിലെയാണ്. സൺഡേ ഞാൻ വീഡിയോ ഇടാതിരുന്ന ദിവസമാണല്ലോ, അതുകൊണ്ട് തന്നെ യൂട്യൂബർക്ക് ഒന്നും തന്നെ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരെ കിച്ചണിലേക്ക് കയറി ചെയ്ത് കേട്ടോ. അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ റൂബി കൊച്ച് പുതച്ചവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇനി അവളൊരു 7 മണി 7:30 പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ തലേ ദിവസം രാത്രി കടലയും കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു, പച്ചരിയും കുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളയപ്പവും കടലക്കറിയും വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് വെക്കണം ആദ്യം തന്നെ, കാരണം പൊങ്ങി വരാനായിട്ട് ലേറ്റാവും, നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ആദ്യം മാവ് അരച്ച് വെക്കാൻ. അപ്പോൾ ഇതിനകത്ത് ചേർക്കാൻ എൻ്റെ കയ്യിൽ തേങ്ങയില്ല. അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും നിങ്ങളുടെ അടുത്ത് തേങ്ങയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. തേങ്ങ ഇടാതെ പുട്ട് കഴിച്ചതൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങ എല്ലാവരും കടയിൽ നിന്ന് ഇല്ലെങ്കിൽ മേടിക്കുകയല്ലേ ചെയ്യണത്. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് മേടിക്കാം. പക്ഷേ ഇല്ലേ, എനിക്കത് മനസ്സിനൊരു വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് തെങ്ങുകളും മാവ്, പലതരം മാങ്ങ, ഒരു മാവിലുണ്ടാകുന്ന മാവ്, സാധാരണ മാവ്, ആത്തച്ചക്ക, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്ന ഒരു മുറ്റമായിരുന്നു നമ്മുടേത്. പക്ഷേ നമ്മൾക്കിങ്ങനെ മരങ്ങളൊന്നും വെച്ചിട്ട് നമ്മുടെ വീട് പണിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ മരങ്ങളും വെട്ടിക്കളഞ്ഞിട്ട് ഒരേ ഒരു തെങ്ങ് മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഒരു തെങ്ങിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത് മതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കിടന്ന് തേങ്ങ കുറേ ഉണങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലും ആയത്. പക്ഷേ ഇല്ലേ, ഇപ്പോൾ തേങ്ങ ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് മൂക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തെങ്ങ് കയറിക്കാത്തത്. അപ്പോൾ നമുക്ക് വേറൊരു വീടില്ലേ, ആ വീട്ടിൽ കുറേയധികം തെങ്ങുകളുണ്ട്. അവിടെ ഒരുപാട് തേങ്ങയുണ്ട്. പപ്പയുടെ അടുത്ത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിന്ന് തേങ്ങ എടുക്കാൻ പപ്പയ്ക്ക് എന്തോ ഇഷ്ടക്കുറവാണ്. അങ്ങോട്ട് പോകില്ല എടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ദേഷ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് തേങ്ങ മേടിക്കാൻ ഇഷ്ടപ്പെടാത്തത്. കാരണം നമുക്ക് ഇത്രയും തേങ്ങ നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ട് പോലും നമ്മൾ പുറത്തുനിന്ന് 50 രൂപ 60 രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു തേങ്ങ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാം. പക്ഷേ നമുക്ക് ഒരുപാട് തേങ്ങയുള്ള സ്ഥിതിക്ക് അതവിടെ പോയിട്ട് ഇത്തിരി എടുക്കണേന് എന്താണ് കുഴപ്പം എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു കാര്യം നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ തേങ്ങ മേടിക്കാത്തത്. നമ്മുടെ ഇവിടെ തെങ്ങ് കയറട്ടെ എന്നിട്ട് മാത്രം തേങ്ങ എടുക്കുക. അപ്പോൾ റോജറിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മമ്മി ഞാൻ പോയിട്ട് വേണമെങ്കിൽ തേങ്ങ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടട, തലയിരിക്കുമ്പോൾ വാലാടണ്ട, അത് പപ്പയുടെ പ്രോപ്പർട്ടിയാണ്, പപ്പയാണ് അവരോട് വാക്ക് പറഞ്ഞേക്കണത്, നിങ്ങൾ എടുത്തു വന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും പപ്പ പോകാത്തത്. അപ്പോൾ പപ്പനെ ധിക്കരിച്ച് നമ്മൾ പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പപ്പയ്ക്ക് ക്ഷീണമാണ്. അതുകൊണ്ട് പപ്പയായിട്ട് പോയി എടുക്കണമെങ്കിൽ എടുക്കട്ടെ, നമ്മളെപ്പോഴൊന്നും തേങ്ങ ആവശ്യപ്പെടുന്നില്ലല്ലോ, ഇങ്ങനെ ഒരു ഗതികെട്ട ഒരു സമയത്ത് മാത്രം. എങ്കിലും പപ്പ ഇതുവരെ തേങ്ങ എടുക്കാനൊന്നും പോയിട്ടില്ല. തേങ്ങ നമ്മൾ മേടിച്ചപ്പോഴൊക്കെയും നമുക്ക് ഇളയ തേങ്ങ കിട്ടാറ്, മൂത്ത തേങ്ങയൊന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഏതായാലും അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ തേങ്ങ മേടിക്കാത്തത്. തേങ്ങയില്ലാത്ത പാചകമാണ് ഇപ്പോൾ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തേങ്ങയിടാത്ത വെള്ളയപ്പം, പാലപ്പം ഒന്നും ഇതിനെ പറയാൻ പറ്റില്ല, പാലേ ഇടുന്നില്ല, അതുകൊണ്ട് വെള്ളയപ്പം എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്, കടലക്കറി. അപ്പോൾ കടലക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ കഴുകി ഇത് പകുതി വേവിക്കാനായിട്ട് സവാളയും പച്ചമുളകും തക്കാളിയും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി ഞാൻ ഫ്രിഡ്ജിലോട്ട് കുതിർത്ത കടലെടുത്ത് വെക്കണേണ്. കാരണം എല്ലാ കടലയും കൂടി ഒന്നിച്ച് ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ സവാളയും ഈ തക്കാളിയൊക്കെ ഇടുമ്പോൾ അത്ര ശരിയാവില്ല, ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് പച്ചക്ക് ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ഏത് സമയത്തും വേവിക്കാം, കുതിർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പകുതി മാറ്റണം കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും തണുപ്പുള്ള സ്ഥലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. പിന്നെ സമയമാകുമ്പോഴത്തേക്കും വേണ്ട സമയത്ത് അങ്ങോട്ട് വേവിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഈ മഴ ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇന്നുമൊക്കെ അവധിയാണെന്ന് തോന്നണല്ലേ. മിക്ക സ്ഥലങ്ങളിലും സ്കൂളൊക്കെ അവധിയാണ്. ഇന്നലെയും അവധിയായിരുന്നു, ഇന്നുമൊക്കെ അവധി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ച ആ ഒരു കാലഘട്ടം ഇതുപോലെ തന്നെ ഞാൻ കുട്ടികളും കൂടി TV ന്യൂസ് നോക്കിയിരിക്കുമായിരുന്നു രാത്രിയാകുമ്പോൾ. കാരണം നാളെ ക്ലാസ് ഉണ്ടാ എന്നറിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ നമുക്ക്. കാരണം ഇവർക്ക് വെളുപ്പിനെ പോകണമല്ലോ, 6:45 വണ്ടി വരും. അപ്പം നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് ആ സമയം കൊണ്ടൊന്നും ന്യൂസ് പേപ്പറൊന്നും വരില്ല. അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യണം, ചെയ്യേണ്ട പണികളെല്ലാം ചെയ്യുകയും ചെയ്യണം. അവസാനം ക്ലാസ്സില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഉടുത്ത ഉടുപ്പെല്ലാം അഴിച്ചിടുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ രാത്രി തന്നെ നമ്മൾ എല്ലാം
ഇത് അറിഞ്ഞ് സമാധാനമായിട്ടാണ് സാധാരണ കിടന്നുറങ്ങുന്നത്. പക്ഷേ എന്താണ്, ചില സമയത്ത് നമുക്ക് തെറ്റും പറ്റിയിട്ടുണ്ട്. നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിന് ആയിരിക്കില്ല പറഞ്ഞേക്കണത്, വേറെ ഏതോ ഡിസ്ട്രിക്റ്റിലായിരിക്കുള്ളൂ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ നമുക്ക് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകാതിരുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഈ ജൂണിലും കുട്ടികൾ ക്ലാസ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ ആ പഴയ ആ ഒരു ഓർമ്മയിലേക്ക് പോകും. നമ്മുടെ കുട്ടികൾ അങ്ങനെയൊക്കെ പോയി ക്ലാസ് ഉണ്ടായില്ലേ എന്നൊക്കെ ഒരു സംശയം, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇന്നില്ലേ ഞാൻ രാവിലെ എല്ലാ ജോലികളും നമ്മൾ തീർത്തിട്ട് പോകാമെന്ന് വെച്ചു. കാരണം നമ്മുടെ കയ്യിൽ അധികം സാധനങ്ങളൊന്നും ഇല്ല വെക്കാനായിട്ട്, കറി വെക്കാനായിട്ട്. ആകെപ്പാടെ എൻ്റെ കയ്യിലുള്ളത് ഇത്തിരി ബ്രിഞ്ചാളുണ്ട്, കുമ്പളങ്ങയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുമ്പളങ്ങയുടെ ചാറ് വെക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ വേണം. പിന്നെ പരിപ്പും കുമ്പളങ്ങയും മാത്രമായിട്ട് വെക്കാമെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെടുമെന്നൊന്നുമില്ല, അതുകൊണ്ട് ഞാനതെടുത്തില്ല. അപ്പോൾ രാവിലത്തെ കാപ്പിയും വെള്ളയപ്പം, കടലക്കറി, ബ്രിഞ്ചാൾ ഉലത്തി വെക്കണം. പിന്നെ ഇത്തിരി ചാള മീൻ ഇരിക്കുന്നുണ്ട്, അതൊന്ന് ഉപ്പും മഞ്ഞളും പുരട്ടിയിട്ട് വറുക്കാനും എടുക്കണം. ഇത്രയേ ഉള്ളു. പിന്നെ ചോറ് വെക്കണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളു. തലേദിവസത്തെ ബിരിയാണി നമുക്ക് ഒരു 3 ആൾക്ക് കഴിക്കാനുള്ളത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് വേണം. കാരണം റിച്ചാർഡ് തലേദിവസം കഴിച്ചിട്ടില്ലല്ലോ, പണ്ടാരിസ് ബിരിയാണി അല്ലേ. അപ്പോൾ അവനെന്തായാലും ഇന്ന് കഴിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ റോജറിനാണെന്നുണ്ടെങ്കിൽ മീൻ വറുത്തതും ഈ ബ്രിഞ്ചാളം എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൻ ചോറ് കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ, ബിരിയാണി കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ച്. എങ്കിലും നമ്മൾ ചോറും കറികളും വേണമല്ലോ, പപ്പക്ക് വേണം. പിന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചോറും കറിയൊക്കെ ആവശ്യമുണ്ട്. ഉച്ചയ്ക്ക് ഇപ്പോൾ ബിരിയാണി കഴിച്ചാലും രാത്രി വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് പള്ളിയിലോട്ട് പോകാമല്ലോ. അപ്പം ഞാൻ അരിയാനുള്ള ഒരിത്തിരി ചെറിയുള്ളി അരിഞ്ഞും വെച്ച്, ചതക്കാനുള്ള ചെറിയുള്ളി ഇത്തിരി ചതച്ചും വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ ആക്കിയിട്ടില്ല, അതിന് മുൻപാണ് ഇതെല്ലാം ചെയ്ത് വെക്കണത് കേട്ടോ. അപ്പോൾ ഈ ബ്രിഞ്ചാൾ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ടെൻഷനാണ്. കാരണം ഞാൻ വളരെ കുറച്ച് ബ്രിഞ്ചാളെ മേടിക്കുള്ളേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഭൂരിഭാഗവും കേടാണെങ്കിൽ പിന്നെ കറി വെക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. കാരണം ഇത് അധികമൊന്നും ഇവിടെ വേണ്ട. പച്ചക്കറികളൊക്കെ ഒരു 300 ഗ്രാമൊക്കെ ഇവിടെ പറ്റുള്ളൂ. 1/2 കിലോയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതവിടെ കിടക്കും, ആർക്കും വേണ്ടാതെ. പിന്നെ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കഴിക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് 300 ഗ്രാമാണ് മിക്കവാറും പച്ചക്കറികൾ ഞാൻ മേടിക്കണം. അപ്പോൾ ഇതും 300 ഗ്രാം തന്നെയാണ്. ഇനിയിപ്പോൾ കടലക്കറി ഏകദേശം കടലയുടെ ഇത് കുക്കറിൽ നിന്ന് ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടലക്കറി വെക്കാം. അപ്പോൾ നമ്മുടെ തെരളിയുടെ കടലക്കറി ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. എങ്കിൽ തന്നെയും അതാണിപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടേക്കണത്. അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഇത്തിരി ചെറിയ ഉള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കളർ മാറിയിട്ട് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ നമ്മളുടെ ചോറ് വെക്കാനുള്ള അരിയും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചിട്ടാണ് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കണത്. അധികം വേവില്ലാത്ത അരിയാണെന്നുണ്ടെങ്കിൽ തിളച്ചതാ നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ചോറ് നന്നായിട്ട് കലനിറയെ ഉണ്ടാകുമെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇറക്കി വെക്കാം. ഇതിപ്പോൾ ചോറ് കുറവാണ് ഇട്ടേക്കണം, കാരണം നമുക്ക് ബിരിയാണിയൊക്കെ ഇരിക്കണേണ്. അപ്പോൾ കുറച്ച് അങ്ങനെ ആരെങ്കിലുമൊക്കെ അതും കഴിക്കുമ്പോൾ ചോറ് അധികം വേണ്ട. അപ്പോൾ അധികം അരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ തിളക്ക് തന്നെ എടുത്ത് വെക്കാം. ഇതിപ്പോൾ കുറച്ച് നേരം കിടന്ന് തിളച്ചിട്ടേ ഞാൻ എടുത്ത് വെക്കുള്ളൂ കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ വേഗൂല. അപ്പോൾ ഇത് അതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. റേഷൻ അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ സൂര്യക റൈസാണ്. അപ്പോൾ സൂര്യക റൈസൊക്കെ എത്ര നേരം ഇപ്പം ഇന്ന് വെച്ചിട്ട് രാത്രി അതിനകത്ത് നിന്ന് എടുത്ത് വാർത്തിട്ടാൽ പോലും കൂടുതൽ വേവൊന്നും വരില്ല. പക്ഷേ നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരി അല്ലെങ്കിൽ പച്ചരിയൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ എടുത്ത് മാറ്റിയേക്കണം. പിന്നെ ഇരുന്നിരുന്ന് വെന്ത് കഞ്ഞി പോലെയായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ റെഡിയാക്കി പൊടിയെല്ലാം താളിച്ചിട്ട് അതിനകത്തേക്ക് കടലെടുത്തിട്ട് ഇനി അത് സാവധാനം ഒന്ന് അവിടെ ഇരുന്നിട്ട് ഒന്ന് ആ പൊടികളുടെ പച്ചയൊക്കെ മാറി അതൊന്ന് വെന്ത് കുറുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യുക. മൂടി വെച്ചിട്ട് പിന്നെ അത് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടെടുക്കണതാണ് നല്ലത് കടലക്കറി. അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ കൊള്ളൂല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി അടുത്തത് നമ്മുടെ വഴുതനങ്ങ വഴിറ്റലാണ് കേട്ടോ. വഴുതനങ്ങ ഞാൻ അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ അത് വെച്ചിട്ടുണ്ട്.
അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ശരിക്കും പറഞ്ഞാലൊരു വിഷമമാണ്. എപ്പോഴും ഒന്ന് തന്നെ പാചകങ്ങളാണ്, ഭൂരിഭാഗവും പാചകങ്ങൾ മിക്ക ദിവസവും ഒന്നൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും മടുത്തിട്ടുണ്ടാകും എന്നുള്ള രീതിക്ക് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നേരത്തേക്ക് എനിക്ക് വന്ന കമൻറ്റുകൾ അത് നേരത്തേക്ക് അങ്ങനെ വരുമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോഴായിട്ട് ആരും ഒന്നും എഴുതാറില്ല, കാരണം എന്നെ വിട്ടുകളയാനാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നേരത്തേക്ക് ഒന്ന് വിട്ടുപിടിക്കുക ചേച്ചി, ഇതെന്താ എപ്പോഴും ഒന്ന് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. പക്ഷേ ഇല്ലേ, ഒരുപാട് പേര് എനിക്ക് ഭയങ്കര, അതായത് നമ്മൾക്ക് ആ ഒരു ചിന്തയെ മാറ്റുന്ന രീതിക്കുള്ള കമൻ്റ് ഇട്ട് എന്നെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് കണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം, ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെയുള്ള കുറച്ച് കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ തന്നെയാണ് എൻ്റെ ചാനൽ കാണുന്നുള്ളതെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, കാരണം അവർ ഡെയിലി കണ്ട് കമൻസ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ വെറുക്കാതെ തന്നെയാണ് എന്നെ കാണുന്നത്. വെറുത്താൽ കാണേണ്ട ആവശ്യമില്ലല്ലോ, ഇത് കാണുകയും ചെയ്യുന്നുണ്ട്, കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. കമൻ്റ് ഇടാത്ത ആളുകളും ഉണ്ട് കേട്ടോ, കമൻ്റ് ഇടാൻ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്, എന്തോ ഒരു പേടി പോലെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോടും ഞാൻ നന്ദി പറയുന്നുണ്ട്. കാരണം അവർ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ അവർ കയറിയിട്ട് കമൻ്റ് ഇടും, അയ്യോ ഞങ്ങൾ കാണുന്നുണ്ട് കമൻ്റ് ഇടുന്നില്ലെന്ന് മാത്രം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞാനില്ലേ നല്ലതായിട്ട് തന്നെ ചെറിയ ഉള്ളി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഇപ്പോൾ വലിയ ഇത് കിട്ടിയതുകൊണ്ട് സവാള പൊളിക്കണ പോലെ തന്നെ അത് വേഗം പൊളിച്ചെടുക്കുക. അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളി തീരാറായിട്ട് 1/2 കിലോ മേടിച്ചത് വേഗം തീരാറായിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതലാണ് ഞാൻ ഇടുന്നത്, പൊളിക്കാനുള്ള എളുപ്പമുള്ളതുകൊണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിലും ഒരുപാട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് താളിച്ച് ഇത് വഴുതനങ്ങയും കഴുകി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്തിട്ട്, അത്രയേ ഉള്ളൂ. ഇനി അത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉടഞ്ഞെടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. ചിലവർ ഇങ്ങനെ കമൻസിൽ പറയും അത് ഇങ്ങനെ ഉടക്കാതെ കഷ്ണം പോലെ എടുക്കാനുള്ള മെത്തേഡൊക്കെ പറഞ്ഞുതരും കേട്ടോ. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല, എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കണതിന് ഇഷ്ടം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചാള ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പള്ളിയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് വറുത്താൽ മതി. അത് മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് സാവധാനം വറുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി നമ്മളുടെ വെള്ളയപ്പം ചൂടാൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് മാവ് പൊങ്ങി വരണില്ല. അപ്പോൾ എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യം പപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം പോകാം. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ആണെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ള നേരമൊന്നുമില്ല, വന്നു കഴിഞ്ഞാൽ ഉടനെ എടുത്തങ്ങോട്ട് കഴിക്കുക, അതേ ഉള്ളൂ. അപ്പോൾ വേഗം ഉണ്ടാക്കി എല്ലാം ഇത് വെള്ളയപ്പം ഉണ്ടാക്കി തീർത്തിട്ട് വേണം പോകാനായിട്ട്. അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിട്ട് പിന്നെ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നടപടിയല്ല. പള്ളിയിൽ പോയി വരണത് തന്നെ നമുക്ക് ഒരു ക്ഷീണം പോലെ തോന്നും. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെയും നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങിയാന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല, മാവ് പൊങ്ങണില്ല. അങ്ങനെ പിന്നെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല, വെള്ളയപ്പത്തിൻ്റെ മാത്രമേ ഉള്ളൂ ഇനി പണി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ വെള്ളയപ്പം ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് പിന്നെ ഉണ്ടാക്കി ഞങ്ങൾ തുടങ്ങിയേക്കാം. അപ്പോഴേക്കും ഇങ്ങനെ ഈ ചൂടിൻ്റെ അരികിൽ ഇങ്ങനെ നമ്മൾ തീ കത്തിക്കണതിൻ്റെ അരികിലിരിക്കുമ്പോൾ ആ ചൂടടിച്ചിട്ട് ഇനി പൊങ്ങി വന്നോളും എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ അപ്പം ചുടാൻ തുടങ്ങിയിട്ടോ. കണ്ട ഇത് കാണുമ്പോഴത്തേക്കും പൊങ്ങി വന്നിട്ടില്ലേ. പക്ഷേ ഇല്ലേ, നമുക്ക് ഒരു 2-3 അപ്പം ഉണ്ടാക്കി അപ്പം ഒരുവിധം പൊങ്ങിയ ആ ഒരു മാവ് അങ്ങനെ നിന്നിട്ട് ഈ സംഭവം കൂടെ താന്നു പോയിന്നേ. പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി തീർത്ത്, അല്ലാതെ പിന്നെ എനിക്ക് നേരമില്ല. അങ്ങനെ ഒരു കട്ടിയായിട്ടുള്ള വെള്ളയപ്പം കിട്ടിയത്, സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം കിട്ടിയില്ല. കാരണം ഒരു വെള്ളയപ്പത്തിൻ്റെ മാവും കൊണ്ട് നമുക്ക് ഒരു 3 വെള്ളയപ്പം ഉണ്ടാക്കാം. പൊടി താന്ന് പോകുമ്പോൾ അങ്ങനെയാണല്ലോ, പൊടി പൊങ്ങി കഴിയുമ്പോഴത്തേക്കും അതിന് നിറയെ ബബിൾസ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു തവി മാവ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒട്ടും കട്ടി തോന്നില്ല നമുക്ക്. ഇത് ഒരു തവി മാവ് എടുക്കുമ്പോൾ നല്ല വെയിറ്റ് ആയിരുന്നു മാവിന്, അതായത് അത് പൊങ്ങിയത് അങ്ങോട്ട് താന്നു പോയി. ആദ്യം ഒന്ന് പൊങ്ങി വന്നത് ഒരു 2-3 അപ്പം ഉണ്ടാക്കി, പിന്നീട് ആ മാവ് അങ്ങോട്ട് താന്നു പോയിട്ടാ. അങ്ങനെ ഏതായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കി പപ്പക്ക് കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പപ്പക്കും കൊടുത്ത് ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉടുത്ത് ഇറങ്ങി കേട്ടോ. അപ്പം മഴയതുകൊണ്ട് പെട്ടെന്ന് നനഞ്ഞാൽ ഉണങ്ങുന്നൊരു ഉടുപ്പെടുത്ത് ഉടുത്തിട്ടാ. 9:30 കുർബാന, 9:20 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നേർച്ചിടാനുള്ള പൈസയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലിങ്ങനെ പൈസ എടുത്ത് വെക്കാറില്ല, അതുകൊണ്ട് തന്നെ പൈസ മിക്കവാറും ഉണ്ടാവില്ല. അപ്പോൾ റോജറിൻ്റെ കയ്യിലുണ്ടെന്ന് റോജർ ഒരാൾ ചോദിക്കണ്ടായിരുന്നു, നിങ്ങളുടെ ഈ തൂക്കണ സ്കെയിൽ ഏതാണ്? ലൈഫ് ലോങ് ആണല്ലേ? മറ്റേതും
അതിങ്ങനെ തൂക്കണത് അത് വേറിയതാണല്ലേ? അന്ന് അതാണെന്ന് തോന്നണം. പുള്ളിക്കാരി ചോദിച്ചത്, ഞാൻ അത് ശ്രദ്ധിച്ചതുമില്ല. അതിൻ്റെ കവർ കളഞ്ഞെന്ന് തോന്നുന്നു. സാധനമാണ് ഇതിൻ്റെ ബ്രാൻഡ്, അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡില്ല. എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേ ഞാൻ ബെഡ്റൂമിലായിരുന്നു, എല്ലാവരും കിടന്ന് ഉറങ്ങണ. പിന്നെ ഞാനിവിടെ പോയി ബ്രാൻഡ് തപ്പാനാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങി. റൂബിനെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരണത്. പക്ഷേ റൂബി എന്നെക്കാളും മുൻപ് ചാടി പുറത്തിറങ്ങി വണ്ടിയിൽ കയറാൻ റെഡി ആയിട്ട് നിൽക്കണേന് കേട്ടോ. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് പറയുന്നുണ്ട്, പപ്പ അവളെ എടുത്തോ, അവൾ കാറിൽ ചാടി കയറിയാൽ പിന്നെ അവൾക്ക് സങ്കടമാകും. നമുക്ക് എന്തായാലും അവൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവൾക്ക് കാറിൽ കയറി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കാറിൽ കയറി കഴിഞ്ഞ് ഇറക്കി വിടുമ്പോഴത്തേക്ക് അവൾക്ക് സങ്കടം വരും. ഞാനിവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവൾ ഇറങ്ങി ഇങ്ങോട്ട് സന്തോഷത്തോടെ പോരും. പക്ഷെ ഞാൻ പോകണല്ലേ, അപ്പോൾ അവൾക്ക് സങ്കടം വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണേണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ പുറത്തേക്ക് പോകുമ്പോൾ ഫ്രണ്ട് ഡോറ് പൂട്ടി ഇവൾ അകത്താക്കിയിട്ടാണ്. പക്ഷേ ഇവളിന്ന് ചാടി ഇറങ്ങിക്കളഞ്ഞു. അതാണ് സംഭവിച്ചത്. അപ്പം മഴ നല്ല രീതിക്ക് പെയ്ത് ആകെ നനഞ്ഞ് കുതിർന്ന് കിടക്കണതാണ്. പിന്നെ ഇവിടെ അങ്ങനെ വെള്ളക്കെട്ടൊന്നും വരാത്ത സ്ഥലമാണ്. അതുകൊണ്ട് വെള്ളക്കെട്ടില്ല. നമുക്ക് കാനുള്ളതുകൊണ്ട് കാണിലേക്ക് വെള്ളമെല്ലാം ഒഴുകിപ്പോയിക്കോളും. അപ്പം ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഫോണൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും റോജർ പറഞ്ഞ്, മമ്മി നമുക്ക് ഇത് ഫാത്തിമ ഡോക്ടർ പറഞ്ഞ കടയിൽ പോയിട്ട് മസാല ദോശ തിന്നാം. സസ്യ എന്നും പറഞ്ഞിട്ട് മട്ടാഞ്ചേരിയിലൊരു കട തുടങ്ങിയിട്ടുണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. താൻ അവിടെ പോയിട്ട് മസാല ദോശ കഴിക്കും. ഇതുവരെയും പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിടാ വെള്ളയപ്പം കടലക്കറി ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പോൾ അത് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണ്ടേ, അത് പഴകിയാലും പിന്നെ ഭയങ്കര ഹാർഡായിട്ട് പിന്നെ അത് ചൂടാക്കി എടുക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും വീട്ടിൽ പോയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ അവനെപ്പോഴും ഇങ്ങനെ സൺഡേ എന്നെ കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് മേടിച്ച് തരണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. റോജർ മാത്രം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിപ്പിച്ചിട്ടേ വീട്ടിൽ കൊണ്ടുവരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ കുറേ എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഏതായാലും എൻ്റെ ഉടുപ്പിൻ്റെ അറ്റവും തുമ്പൊക്കെ ഒന്ന് മഴച്ചാറ്റിലുണ്ടൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും പള്ളിയിലോട്ട് കയറുന്ന സമയത്തും ഒക്കെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഉടുപ്പ് മാറിയില്ല. ഇത് മാറിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും കഴുകണം, പിന്നെ നമ്മളിട്ട ആ ഉടുപ്പും കഴുകണം. മഴയത്ത് ഉണങ്ങാതെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണതാണ് എല്ലാ ഉടുപ്പുകളും. അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ മാറണ്ടെന്ന് വെച്ച് അത് തന്നെ ഇട്ട് ഞാൻ അന്നത്തെ ദിവസം നിന്നേട്ടാ. എനിക്കിത് ഒട്ടും തന്നെ അതിൻ്റെ ഒരു പാൻറ്റൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കണത് എനിക്ക് ഇഷ്ടമല്ല. ടോപ്പും ഒക്കെ പാൻറ്റൊക്കെ വലുതാണ് എനിക്ക്. അപ്പോൾ അത് നമ്മുടെ അരഭാഗത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഞാൻ ഇട്ടേക്കണത്. അതെനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ മാറിയില്ല. അങ്ങനെ തന്നെ നിന്ന് എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ടാണ്. അപ്പോൾ ഈ മീൻ വറുക്കൽ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചോറൊന്ന് വാർത്തിടണം, അത്രേ പരിപാടിയുള്ളൂ. പിന്നെ ബിരിയാണി റിച്ചാറിന് മാത്രം ഉച്ചക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചാറിനുള്ള ബിരിയാണിയും കൂടി എടുത്ത് പുറത്ത് ഞാൻ അത്രയും മാത്രം. പിന്നെ രാത്രി 2 പേർക്ക് കഴിക്കുന്ന ബിരിയാണി ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്ത് ചൂടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രം ഒരു പാത്രത്തിലൊക്കെ വിളമ്പി വെച്ചിട്ട് അത് തന്നെ ഓവനിൽ കയറ്റി വെച്ചേക്കുന്നതാണ്. ആവശ്യ സമയത്ത് അങ്ങോട്ട് ചൂടാക്കുക, വെറുതെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ പാചകം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കട്ടെ. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ അതിനകത്ത് നിന്ന് വീണ്ടും തെറിച്ചൊക്കെ വീഴും, എങ്കിൽ തന്നെയും അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കട്ടെ. എന്തേ കൊച്ചിനുള്ളുണ്ട്, കൊച്ചിനുണ്ട്. അതെ, ആ സിംഗിൾ കൊണ്ട് ഓറഞ്ച് എക്സ്ട്രാ റൈസ്. അപ്പൊ നീലെടുത്തോ. ഇതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അരി മേടിച്ചേക്കുന്നത്. ഇതിന്റെ വില എത്രയാണ് വെച്ചാൽ 1.5 കിലോക്ക് 239 ആണ്. ഇതിന് 500 ഗ്രാം എക്സ്ട്രാ കൂടുതൽ തന്നേക്കണേണ് 500 ഗ്രാം. ഇല്ലില്ല അരി പിന്നെ അരിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. 239 രൂപക്ക് 1.5 കിലോ കിട്ടിയേക്കണേ. ഇതിപ്പോൾ എക്സ്ട്രാ തന്നേക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 239 രൂപയുടെ വില, 1 കിലോക്ക് വില അല്ലേ. ഓക്കെ, അതിൻ്റെ അത് കുക്കിംഗ് ടിപ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 280 രൂപയാണ് ആക്ച്വലി MRP. അപ്പോൾ 239 കട്ടല. അയ്യടാ, ഈ ഫെറിബോയ് കൊണ്ടുവന്ന വൈൻ കുടിച്ചാ? ഇല്ല, ഇത് കണ്ടാത്തൊന്നും മറ്റേ ബോട്ടിലാണെന്നല്ലേ, ബ്രാൻഡിയാണ്. ആൾക്കാർ നമ്മളെ തന്നെ നോക്കണത്. ഓഹോ, ഇത് വൈനാണ്.
ഫെറി പോയി കൊണ്ടുവന്ന എടാ നല്ല അടിപൊളി പോയി കേട്ടോടാ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമില്ലേ ഞാൻ എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു 2:30 മണി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഊണെടുത്തേക്കുന്നത് കേട്ടോ. ആ സമയത്ത് പപ്പ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മൾ കുറേയധികം ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഫുഡ് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാടിന് ബിരിയാണി ചൂടാക്കി അത് മണത്ത് നോക്കണതാണ് ഞാൻ. നല്ലൊരു സ്മെല്ല് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയുന്നതാണ്, നല്ല ഒരു സ്മെല്ലാണ്. കാരണം ഇത് കൈമ റൈസാണെന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറയുന്നതാണ്. കൈമ റൈസിന് നല്ല ഒരു ഫ്ലേവർ ഉണ്ട്. അരി ചെറുതാണ്, പക്ഷേ എങ്കിലും സംഭവം നല്ല ടേസ്റ്റാണ്, മണമൊക്കെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കും റോജറിനും ഈ വറുത്ത മീനും ബ്രിഞ്ചാളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനും റോജർ അത് തന്നെ എടുത്തു. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നേരത്തെ തന്നെ കഴിച്ചിട്ട് പപ്പയ്ക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പയും പോയിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാൻ നിൽക്കുന്നവരാണ് റിച്ചാർഡും പപ്പയും. നല്ല മഴയുമാണ് കേട്ടോ. അങ്ങനെ ഞാനും പിള്ളേരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ റൂബിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പല തവണ ട്രൈ ചെയ്തെങ്കിലും അവൾ കഴിക്കണില്ല. അവൾക്ക് സീസണാണ്. ചില സമയങ്ങളിൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് തീർക്കും. ഭൂരിഭാഗം കാലഘട്ടങ്ങളിലും മാസങ്ങളിലും ഭക്ഷണം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്. കഴിക്കില്ല, ഭയങ്കരമായിട്ട് നമ്മൾ പുറകെ നടന്ന് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്തൊരു ടൈമാണ് കേട്ടോ. അങ്ങനെ ഞാനും റൂബിയും ഞങ്ങളുടെ ഭക്ഷണത്തിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇവൾ കഴിക്കണില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ക്ഷമ നശിച്ച് ഇനി പിന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവളെ കൂടി കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ടിട്ടാ. അപ്പോഴേക്കും റിച്ചാർഡിനും പപ്പക്കൊക്കെ പള്ളി പോകാനുള്ള നേരമായി. ഏറ്റവും രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് സൈക്കിളിനും പപ്പ ബൈക്കിനുമാണ് പോയത്. കാറ് രണ്ടാളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം റിച്ചാർഡ് ഇപ്പോൾ സൈക്ലിങ്ങിനൊക്കെ ഡെയിലി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ല വെയിറ്റിൻ്റെ കാര്യം. അപ്പോൾ പള്ളിയിലേക്കും സൈക്കിളിന് പോകാമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 2 ചവിട്ടാകുമ്പോഴത്തേക്കും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആൾ പോയതാണ്. പക്ഷേ ഇവർ രണ്ടാളും പള്ളിയിൽ പെട്ടുപോയി. ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ് അപ്പോഴാണ് രണ്ടാളും വീട്ടിലെത്തിയത്. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കോരിച്ചൊരിയുന്ന മഴയായിപ്പോയി പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് ഇവർ വലിയ കുഴപ്പമില്ലാതെ മഴയില്ലാതെ ഒന്നിങ്ങനെ തെളിഞ്ഞു നിന്ന സമയത്താണ് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ ചെന്ന് കുർബാന തീരാറായപ്പോഴത്തേക്കുമാണ് ഭയങ്കര ഹെവി റെയിനും ഇരുട്ടും എല്ലാം കൂടി വന്നത്. അപ്പം ഞാനില്ലേ റോജറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവൾ ഭക്ഷണം കഴിക്കണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും റോജർ അവൾക്കൊന്ന് വാരി കൊടുക്കണേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ട്രൈ കഴിഞ്ഞ് നിൽക്കണേണെങ്കിൽ നിൻ്റെ ട്രൈ ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അവനൊന്ന് കൊടുത്തു തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇത്തിരി ഒന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഗേറ്റിലൊരു മുട്ട് കേട്ട് അതോടുകൂടി ചാടിപ്പോയി ആ കഴിക്കുന്ന ഫ്ലോയും പോയി കഴിക്കലും നിർത്തി. അങ്ങനെ കൊടുത്തതിൻ്റെ ഒരു വെച്ചതിൻ്റെ ഒരു കാൽഭാഗം മാത്രമാണ് ഇന്ന് ഫുഡായിട്ട് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇല്ലേ ഈ പള്ളിയിൽ പോയ ആളുകളെ കാണാതെ കഴിയുമ്പോഴത്തേക്കും ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെപ്പോലെ ഒരുപാട് പേരാണ് പള്ളിയിൽ പെട്ടിരിക്കുന്നത്. പള്ളിയുടെ അകത്ത് ഇരിക്കാൻ പറ്റില്ല, പള്ളി പൂട്ടിക്കളയും. പള്ളി പൂട്ടിയിട്ട് പള്ളിമുറ്റത്ത് തന്നെ ഒരു ഷെൽട്ടറൊക്കെ ഇട്ട ഒരു ചാപ്പലുണ്ട്, അതിൻ്റെ അകത്താണ് എല്ലാവരും നിൽക്കണതെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നല്ലൊരു ഏരിയയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എല്ലാവരും നിൽക്കണേന് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടാളും വന്നപ്പോഴത്തേക്കും നനഞ്ഞ് കുതിർന്നാണ് വന്നത്. 8 മണിയോടുകൂടിയാണ് വന്നത്. ഇവിടെ റെയിൻകോട്ട് പലതരത്തിലിരിക്കുന്നുണ്ട്, പക്ഷെ ഇവരാരും റെയിൻകോട്ട് എടുക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇവർ നനഞ്ഞത്. അപ്പം നമ്മുടെ റൂബി കുഞ്ഞ് ഇവർ പോയപ്പോൾ മുതൽ ഇവിടെ നോക്കി കിടക്കണേ കേട്ടോ. ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറ്റത്ത് കിടന്നു കഴിഞ്ഞാൽ ആ ഒരു വാതിലിൽ കൂടി ഗേറ്റിൻ്റെ അവിടം വരെ അവൾക്ക് കാണാൻ പറ്റും. അതാണ് ഇങ്ങനെ കിടക്കണത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന. ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്